ഈ കാലഘട്ടത്തിൽ പലരും പറയുന്നൊരു ശബ്ദമാണ്, പരിശുദ്ധാത്മാവ് ഞങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അതുകൊണ്ട് ആരും ഞങ്ങളെ ഉപദേശിക്കണ്ട, ആരും ഞങ്ങളെ നടത്തണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും, പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി നടത്തും. അതേ പ്രിയരെ, ഞാനും നിങ്ങളോട് അത് തന്നെയാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തുമോ? അതേ, നടത്തും. അങ്ങനെയാണെങ്കിൽ ഉപദേശിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കുന്ന ഒരു മേഖല ഇന്ന് നമ്മൾ കേൾക്കാറുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനൊരു ദൂതുണ്ട്. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ് ദൈവസഭയ്ക്ക് അടിസ്ഥാനമിട്ടത്. ദൈവസഭയ്ക്ക് അടിസ്ഥാനമിട്ട പരിശുദ്ധാത്മാവ് 5 വിധ ശുശ്രൂഷകളാലാണ് അടിസ്ഥാനമിട്ടത്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും ശുശ്രൂഷകരും എന്നുള്ള 5 വിധ അടിസ്ഥാനത്തിന്റെ മേലാണ് സഭയെ ദൈവം പണിതു തുടങ്ങിയത്. എഫെസ്യ ലേഖനക്കാരൻ 4:11 മുതൽ വായിക്കുമ്പോൾ പറയുന്നൊരു പദമുണ്ട്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്ക് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു 5 വിധ ശുശ്രൂഷ. ക്രിസ്തുവിന്റെ സഭയുടെ ആത്മീക വർധനയ്ക്ക് ദൈവമാക്കി വെച്ച ശുശ്രൂഷകന്മാരെ, നമ്മൾക്ക് മീതെ ദൈവമാക്കി വെച്ച അഭിഷിക്തന്മാരെ തള്ളിക്കളയാതെ അവരെ അനുസരിച്ച് കീഴ്പ്പെട്ട് ചലിക്കാൻ ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ്.